ഒരു പ്രൊജക്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് $3.6 million ഒരു പ്രൊജക്റ്റിൽ ലോസ് വന്നു. എൻ്റെ കമ്പനിയുടെ പഴയ കമ്പനിയുടെ പോലും എനിക്ക് PRO സർവീസ് തരുന്ന വേറെ കമ്പനിയാണ് എനിക്ക് എല്ലാ സർവീസും തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ല, ഒന്നും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് പഠിച്ചു. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പരാജയങ്ങൾ അറിയാത്ത സംരംഭകരുണ്ടാവുമോ? രണ്ട് രീതിയിലുള്ള സംരംഭകരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചിലർ പരാജയപ്പെട്ട് നിലത്ത് വീണ് കിടക്കുമ്പോൾ പതറിപ്പോവും, പിൻവാങ്ങും, ചിലർ ആത്മഹത്യ വരെ ചെയ്തേക്കാം. എന്നാൽ ചിലരുണ്ട്, എന്ത് പരാജയങ്ങൾ വന്നാലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് വീണ്ടും പറന്നുയരും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് മിഡിൽ ഈസ്റ്റ് എഡിഷനിൽ എന്നോടൊപ്പം ഇരിക്കുന്നത് പ്രിയ സുഹൃത്തായ ശ്രീ ബിബി ജോൺ ആണ്. ബിബി, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. ഈ ഇന്റർവ്യൂവിന് ഒരു വളരെ പ്രത്യേകതയുണ്ട്. കാരണം ദുബായിലെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഈ ബിൽഡിംഗ് തന്നെ താങ്കളുടെയാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി എനിക്കുണ്ട്. താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെള്ളൂർ എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. താങ്കളുടെ ഫാമിലി ആരെങ്കിലും ബിസിനസ്സിലായിരുന്നോ? ഒരിക്കലും ഇല്ല. എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനാണ്. താങ്കൾ പഠിച്ചതൊക്കെ? ഞാൻ വെള്ളൂർ തന്നെ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിംഗ് അവിടെയാണ് ചെയ്തത്. അതിനുശേഷം ഗ്രാജുവേഷൻ പിറവം BPC കോളേജിലാണ് ഞാൻ ഗ്രാജുവേഷൻ BBA ആയിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ CAക്ക് ജോയിൻ ചെയ്തു. CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്റർമീഡിയറ്റ് പാസ്സായി. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ശേഷം കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലായിരുന്നു. ഇന്റർമീഡിയറ്റ് പാസ്സായി എന്ന് പറയുമ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് കഴിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫേം കൊച്ചിയിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്ത് അതേ ഫേമിൽ തന്നെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ദുബായിലേക്ക് പോകും. ദുബായിലേക്ക്? അപ്പൊ അതിന്റെ പാർട്ട്ണറോടൊപ്പം? അതെ, അവിടെയുള്ള 3 ബോസ്മാരായാലും ഒരു ബോസിന്റെ കൂടെ ഞാൻ ശരിക്കും ഫേം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ദുബായിൽ വന്ന് ഞങ്ങൾ ഫേം സ്റ്റാർട്ട് ചെയ്തു. താങ്കൾ ഇവിടെ ദുബായിലേക്ക് വരുന്നത് വളരെ ചെറുപ്രായത്തിലാണ്. അതെ. അപ്പൊ എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ പോയത്? ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 years അവിടെ വർക്ക് ചെയ്തു. വർക്ക് ശേഷം ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെന്ന്, കാരണം ഒരു ഫേം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് 12 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അത്രയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഹെക്ടിക് ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അത് തീർത്തതിന് ശേഷം എനിക്ക് തോന്നി ഇനി കുറച്ചു നേരം കാരണം ഓഡിറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമല്ലോ, രാവും പകലും ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. മോണോട്ടോണസ് ജോലിയാണ്. അതെ അതെ അതെ. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ല. അതെ. അപ്പൊ ഒന്ന് ഇൻഡസ്ട്രിയിലേക്ക് ജോലി കയറാമെന്ന് വിചാരിച്ചു. ഞാൻ 2004 ഇൻഡസ്ട്രിയിലേക്ക്. എന്താ ജോലി? അക്കൗണ്ട്സ്, ഫിനാൻസിലായിരുന്നു. അങ്ങനെ എത്ര വർഷം ജോലി ചെയ്തു? ഞാൻ 2009 വരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തു. അപ്പൊ പല പല കമ്പനികളിലായിട്ട്? അതെ, പല എല്ലാം അക്കൗണ്ട്സ്, ഫിനാൻസ് തന്നെയായിരുന്നു. 2009 വരെ എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്താ ചെയ്തു? 2009 മുന്നേ തന്നെ ഞാൻ ആക്ച്വലി എനിക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള താല്പര്യം പണ്ടുപോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വൈഫിനെ റിസൈൻ ചെയ്യിച്ചു. വൈഫ് ആ സമയത്ത് മാരീഡാണ്? മാരീഡാണ്. 2006 ഞാൻ മാരീഡാണ്. അപ്പോൾ വൈഫുണ്ട്, ഒരു മോളും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ വൈഫിനെ റിസൈൻ ചെയ്യിച്ചിട്ട് ഞാനൊരു സ്റ്റേഷനറി ബിസിനസ്സാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എവിടെ? അത് ഷാർജയിൽ. അടുത്ത് എൻ്റെ ഒരു ഷോപ്പ് റെന്റ് എടുത്തിട്ട് ഞങ്ങൾ സ്റ്റേഷനറി ബിസിനസ് എടുത്തു. അങ്ങനെ ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനായിട്ട് ഞാനൊരു സ്റ്റേഷനറി ബിസിനസ് റൺ ചെയ്തു. ഓൾമോസ്റ്റ് 2 വർഷം, 2011 വരെ. നന്നായി പോയി. അങ്ങനെ 2 വർഷത്തോളം ബിസിനസ് 2007 മുതൽ 2009 വരെ 2 വർഷം നല്ല രീതിയിൽ തന്നെ ബിസിനസ് പോയി. 2009 അത് ശരിക്കും പറഞ്ഞാൽ ഒരു കനേഡിയൻ സിറ്റിസൺ അത് പത്തനംതിട്ടയിൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ലെവൽ വന്നു. അപ്പോൾ നല്ല തുക കൈ കിട്ടി. അപ്പോൾ പൈസ വരുമ്പോഴാണ് കോൺഫിഡൻസ് വരിക. അപ്പോഴാണ് ചില നമ്മളെപ്പോഴും ഈ എടുത്തു ചാടിയുള്ള തെറ്റായ ഡിസിഷൻസ് ഒക്കെ നമ്മുടെ പൈസ വരുമ്പോഴാണ് നമുക്ക് പറ്റുന്നത്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ. പക്ഷെ പൈസ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ 2009 രാജിവെച്ചു. 2009 എൻ്റെ പുതിയ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതൊരു എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനി ആയിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഈ 2009 UAE ഒരു വലിയ റിസഷനും വരുന്നു. അതെ, ആ റിസഷൻ സമയത്ത് ശരിക്കും ഞാനൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുവൈറ്റ് ഗവൺമെന്റ് കമ്പനിയുടെ UAE ഡിവിഷന്റെ ഫൈനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഗ്ലോബൽ ക്രൈസിസിന്റെ കാരണം കൊണ്ട് അവർ
ഷട്ട് ഡൗൺ ചെയ്യുവാണ് എന്നൊരു ഡിസിഷനിൽ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ഓൾമോസ്റ്റ് 6-7 months കൂടെ ഞാൻ അതിനെ സെറ്റ് ചെയ്തെടുക്കുകയും ഞാൻ അതിനുശേഷമാണ് 2009 അവസാനത്തോടുകൂടി ഞാൻ ഫുൾ ടൈമായിട്ട് അതിലേക്ക് വരികയും ചെയ്തത്. ബിസിനസ് മോഡൽ എന്തായിരുന്നു? ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനിയായിരുന്നു. അതായത് സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം. അന്നത്തെ കാലഘട്ടം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ ആയിരുന്നു. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം, ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്. ഞങ്ങളന്ന് പ്രൊമിത്യൻ്റെ സൗദിയിലെ ഡിസ്ട്രിബ്യൂട്ടറും ഇവിടെ UAE ഹിറ്റാച്ചിയുടെ ഡിസ്ട്രിബ്യൂട്ടറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ബോർഡ്സ്. നന്നായി പോയോ? നല്ല രീതിയിൽ പോയി. ഓൾമോസ്റ്റ് 80+ സ്റ്റാഫും 4 ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. കേരളത്തിലും സൗദി അറേബ്യയിലും ദുബായിൽ തന്നെ 3 ഓഫീസ് ഉണ്ടായിരുന്നു. ദുബായിൽ 3 ഓഫീസ്, സൗദിയിൽ കേരളത്തിൽ ഒരു ഓഫീസ്, 80-ൽ പരം ജീവനക്കാരുണ്ടായിരുന്നു. ശരി. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ വളർച്ച വരുംതോറും ഒരു തകർച്ചയുടെ ആഘാതം കൂടുമെന്ന് പറയുന്ന പോലെ 2013 ഒരു പ്രൊജക്റ്റ് ചെയ്തത് വൻ ഹ്യൂജ് ലോസ് ആയിപ്പോയി. ആ ഹ്യൂജ് ലോസ് കൊണ്ട് ഹ്യൂജ് ലോസ് എന്ന് പറയുമ്പോൾ എത്ര? ഒരു പ്രൊജക്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് $3.6 million ഒരു പ്രൊജക്റ്റിൽ ലോസ് വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 30 കോടി രൂപയുടെ കാര്യമാണ് നഷ്ടം വന്നു. അപ്പൊ അത് ഒരു സാധാരണക്കാരനാണ്. അതെ. അപ്പൊ അത്രയും ഒരു നഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടും ബിസിനസ്സിനോടും മൊത്തത്തിലൊരു ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥയിലായിരുന്നു. 2014 ഫെബ്രുവരി മാസം 28 ആ ഒരു സ്ഥാപനം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കൂട്ടി. എല്ലാ ഓഫീസുകളും ക്ലോസ് ഡൗൺ ചെയ്തു. ആകെ ഒരു ഓഫീസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു. മാനസികമായി തീർച്ചയായിട്ടും തകർന്ന സമയമാണ്. തീർച്ചയായിട്ടും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന ഒരു അവസരമായിരുന്നു. രാവിലെ ഞാനുണ്ടായിരുന്നതിന് ഡ്രൈവറും പിന്നെ ഒരു സെക്രട്ടറി മാത്രം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സ്റ്റാഫിനും പിരിച്ചു വിട്ടു. പിന്നെ രാവിലെ ചുമ്മാ ഓഫീസിൽ നിന്ന് കുറച്ച് നേരം ഇരിക്കും. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ പോയി 2 പെഗ് അടിക്കും, ബാറിൽ പോകും, 2 പെഗ് അടിക്കും. ഒക്കെ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഈ ടെൻഷൻ കളയണം. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എന്നറിയില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ആ സമയത്ത് ഫാമിലീനെ പിന്നെ നാട്ടിൽ പോയി. ആ സമയത്ത് വൈഫ് വീണ്ടും പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ വൈഫ് നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വളരെ മാനസികമായി വളരെ അപ്സെറ്റ് ആയ സമയമായി. എവിടേക്കോ ദൈവത്തിന്റെ കരങ്ങൾ വരും എന്ന് പറയുന്ന പോലെ. യെസ്, തീർച്ചയായിട്ടും. എപ്പോഴും അന്നും ഇന്നും എന്നും എന്നെ ദൈവമാണ് കാത്ത് രക്ഷിച്ചല്ലാണ്ട് എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു പാകിസ്ഥാനി നാഷണൽ, അന്ന് ഇവിടുത്തെ ഒരു ലീഡിങ് ട്രാവൽ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനിയാണ്. അയാളെ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചു. ഓക്കെ, അതൊരു ദൈവ നിയോഗം പോലെ. തൊട്ടപ്പുറത്തെ ഓഫീസ് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇങ്ങനെ, ഞാൻ എൻ്റെ കഥകൾ പുള്ളിയോട് പറയും. പുള്ളിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പുള്ളി ഇവിടെയുള്ള ട്രാവൽ ഏജന്റുമാർക്ക് വിസിറ്റ് വിസ കൊടുക്കുന്ന ആളായിരുന്നു. അവർ എന്നിട്ട് കസ്റ്റമേഴ്സ്, പുള്ളിക്ക് B2B ബിസിനസ് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഒരു 5-6 വിസയാണ് ആ സമയത്ത് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഒരു കാര്യം ചെയ്തിട്ട് നല്ല മാർജിനുണ്ട്, നിനക്കും വേണമെങ്കിൽ നീ തരാം. അന്നത്തെ കാലത്ത് ഡെപ്പോസിറ്റ് വേണം, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ? അന്ന് ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല. അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു 5 ഇരട്ടി പ്രൈസ് ആയിരുന്നു. ഏകദേശം 3,500 dirhams ആയിരുന്നു അന്ന് ഒരു വിസയ്ക്ക്. 2014 ഡെപ്പോസിറ്റ് എത്രയാണ്? ഡിപ്പോസിറ്റ് അന്ന് അബ്സ്കൗണ്ടിങ് ചെയ്താൽ 5,000 dirhams ആയിരുന്നു അബ്സ്കൗണ്ടിങ് ഫീസ്. ഷാർജ വിസയാണ്. ഇന്ന് ഷാർജ വിസയ്ക്ക് മാത്രമേ അബ്സ്കൗണ്ടിങ് ഫീസ് ഉള്ളൂ, അത് 1000 dirhams ഉള്ളൂ. പക്ഷെ അന്ന് ദുബായിൽ ഒരു വിസ അബ്സ്കൗണ്ട് ആയാൽ 5,000 dirhams ചാർജ് ആണ്. അപ്പോൾ ആ 5,000 dirhams ക്യാഷ് ആയിട്ട് തന്നെ, ചെക്കുമായിട്ടല്ല, ക്യാഷ് ആയിട്ട് തന്നെ ചെയ്യണം. അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ വിസ വേണമെങ്കിൽ ഞാൻ തരാം, അത് കുറഞ്ഞ കോസ്റ്റ് തരാം എന്നാണ് പുള്ളിയോട് പറഞ്ഞപ്പോഴും. പക്ഷേ എനിക്കിപ്പം പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത് വെച്ചാൽ, ഈ എൻ്റെ കയ്യിൽ ഒത്തിരി ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസിൽ ഞാൻ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഈ പേരൻസിൻ്റെ എല്ലാവരുടെയും കോൺടാക്ട്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ഈ ഇമെയിലിലേക്ക് നമ്മളുടെ ന്യൂസ് ലെറ്റേഴ്സുകളെല്ലാം നമ്മളിങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രോഡ്കാസ്റ്റ് മെയിൽ അയച്ചോളൂ, ഇതുപോലെ വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് റേറ്റിനേക്കാൾ. അന്ന് ഞാൻ ആദ്യത്തെ എൻ്റെ സെല്ലിംഗ് പ്രൈസ് 3,400 dirhams. ഞാനിപ്പോഴും ഓർക്കുന്നത്. അന്ന് മാർക്കറ്റിൽ 3,500 എല്ലാവരും കൊടുക്കും. ഞാനൊരു 100 dirham കുറച്ച് 3,400 dirhams ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബ്രോഡ്കാസ്റ്റ് മെയിൽ അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് സെയിൽ വന്നു. പിന്നെ ഒരു ദിവസം 15-20 കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. അതായത് മറ്റേ ഹോൾസെയിലിൽ ഇരിക്കുന്ന ആൾക്ക് അത്രയില്ല. അത് എല്ലാ ഏജന്റുമാർക്കും കൂടെ കൊടുക്കുന്ന ഒരു ദിവസം 5-6 വിസയായിരുന്നു. എൻ്റെ ഓഫീസിൽ വരും. അപ്പോൾ വലിയ ഹ്യൂജ് 5,000 square feet ഓഫീസാണ്. അവിടെ ആകെ ഞാനുണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്,
എൻ്റെ ഡ്രൈവറുണ്ട്. കസ്റ്റമർ വരും, അവർ ഓഫീസിൽ വന്ന് ക്യാഷ് 5,000 ഈ വിസയുടെ 3,400 തരും, പാസ്പോർട്ട് കോപ്പി തരും, ഗ്യാരണ്ടറിൻ്റെ പാസ്പോർട്ട് കോപ്പി തരും. ഇത് എന്നിട്ട് അവർ പോകുമ്പോൾ അപ്പോൾ തന്നെ ഈ സെക്രട്ടറിയുടെ ജോലി എന്ന് വെച്ചാൽ അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓഫീസിൽ കൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. അവർ വിസ, അന്ന് വാട്സപ്പ് ഒന്നുമില്ല, ഇമെയിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഫുള്ള്. അവർ വിസ വരുമ്പോൾ നമുക്ക് ഇമെയിൽ അയച്ചാൽ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ആയത്. ഞാനപ്പോൾ ശരിക്കും ചോദിച്ചാൽ ഇല്ലീഗലാണെന്ന് വെച്ചാൽ ഇല്ലീഗൽ. കാരണം എൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് ടെക്നോളജി ലൈസൻസ് ചെയ്തു പോകുന്നതാണ് സത്യമായിട്ട് നിവൃത്തിയോടുകൊണ്ട് തന്നെ ചെയ്തു പോകുന്നതാണ്. അങ്ങനെ നിവൃത്തിയോടുകൊണ്ട് നമ്മൾ ഒരു ഏജൻസിക്ക് ഒരു പേര് കിട്ടും, ഈഗിൾ ട്രാവൽസ് എന്ന പേരൊക്കെ ഇട്ട് മാർക്കറ്റിംഗ് ചെയ്തു. ഇതുപോലെ സെയിൽ വന്നു. ഡെയിലി ഒരു 15-20 സെയിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കൂടി. പക്ഷേ അപ്പോഴും വേറെ സ്റ്റാഫൊന്നുമില്ല, ഞാൻ മാത്രം. കാരണം വെറുതെ ഇനിയും ഒരു വളർച്ച വന്ന് തകരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് ഗുണമുണ്ടായോ? തീർച്ചയായിട്ടും ഗുണമുണ്ടായി. അന്ന് എനിക്ക് എൻ്റെ പ്രീവിയസ് ബിസിനസ് ലോസായി പൂട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ലൈബിലിറ്റികൾ, എല്ലാ ലൈബിലിറ്റികളും ശരിക്കും ഞാൻ സെപ്റ്റംബർ ആയപ്പോഴത്തേനും, ഒരു മാർച്ചിൽ തുടങ്ങിയിട്ട് സെപ്റ്റംബർ ആയപ്പോഴത്തേനും ഒരു 7 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ലൈബിലിറ്റി 0 ലൈബിലിറ്റിയിലേക്ക് ആകാൻ പറ്റി. എന്നിട്ടാണ് എൻ്റെ ഫാമിലി എൻ്റെ മോനുമായിട്ട് തിരിച്ച് യുഎയിലേക്ക് വന്നത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും സമയം കൊണ്ട് ഇത്രയും വലിയൊരു തുക കൊടുത്തു തീർക്കാൻ പറ്റും. അത്രമാത്രം ബിസിനസ് ഞങ്ങൾ പിടിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം ബിസിനസ്. കാരണം അപ്പോഴും ഇന്നും അന്നും എന്നും ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസ് ഇറ്റ്സ് വെരി ഹൈ വാല്യുബിൾ തിങ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴത്തേനും ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടി വരിക. ട്രാവൽ ഏജൻസികളുടെ റേറ്റ് അപ്പോഴും ഞാൻ ലൈസൻസ് ഒന്നും എടുത്തിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ റേറ്റുകൾ ഇങ്ങനെ കുറഞ്ഞപ്പോൾ മാർജിൻ കുറഞ്ഞു വന്ന സമയത്ത് ഇനി എന്താ എനിക്ക് തോന്നി, ഇത് അധികം അങ്ങനെ ഓടില്ല. കാരണം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ ഏജൻസി, നമുക്ക് പല സുഹൃത്തുക്കളും ഉണ്ട്, അവർക്കൊക്കെ ഒരു വിസിറ്റ് വിസ കൊടുത്താൽ കിട്ടുന്ന 50 ദിറംസ് 75 ദിറംസാണ് ഒരു വിസ കൊടുത്താൽ കിട്ടുക. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് അന്നേരമേ തോന്നിയായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ തന്നെ പോവുക, ഓക്കെ പോകുന്ന പോലെ പോട്ടെ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അവർ വന്നിട്ട് പറഞ്ഞു, ബിബി എനിക്ക് ഒരു ഓഫീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യുന്നു, എൻ്റെ ഇത്രയും വലിയ ഓഫീസുണ്ട്, അതിനകത്തൊരു 14 മുറികളുണ്ടായിരുന്നു. ഓക്കെ, അതിലൊരു മുറി എനിക്ക് തരുമോ? ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാടക തരാം. ഞാൻ പറഞ്ഞു അത് ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു ലൈസൻസ് യുഎയിൽ എങ്ങനെ വെച്ചാൽ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ അതിനൊരു ഇജാരി വേണം. ഇജാരി വെച്ചാൽ റെൻ്റൽ കോൺട്രാക്ട്. ആ റെൻ്റൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരെന്നോട് പറഞ്ഞു, ബേബി അന്ന് ശരിക്കും പറഞ്ഞാൽ യുഎയിൽ ഒരു ബിസിനസ് എക്സ്പാറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 51% ഷെയർ ഒരു ലോക്കലിൻ്റെ പേരിലായിരിക്കണം. 49% നമുക്ക് ഇവിടെ പറ്റുള്ളൂ. അതിനെ സ്പോൺസർഷിപ്പ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ സെയിം സ്പോൺസറെ തന്നെ ഞാൻ സ്പോൺസറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൻ്റെ ഓഫീസ് യൂസ് ചെയ്യാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നത്തെ ഒരു 2000 ദിറംസ് വെച്ച് പെർ മന്ത് ഞാൻ തരാം, നിനക്ക് റെൻറ്റ് തരാം, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ 2000 ദിറംസ് നല്ലൊരു എൻ്റെ റെൻറ്റിൻ്റെ ഒരു 1/4 ശരിക്കും പറഞ്ഞാൽ അത് കവറായി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ രണ്ടുപേരുടെ തവാർ സെൻറ്ററിൽ ചെന്നു. അന്നത്തെ സ്പോൺസർ, ഇപ്പോഴും എൻ്റെ സ്പോൺസർ, ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചു അദ്ദേഹമായിട്ട്. എൻ്റെ സ്പോൺസർ അദ്ദേഹം ഇതിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം വന്നു. ഞങ്ങൾ മെമ്മോറാണ്ടം ഉണ്ടാക്കണം. ആദ്യത്തെ പ്രോസസ്സ് ഒരു മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യണം. ആ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്തു. സ്പോൺസർ സൈൻ ചെയ്തപ്പോഴത്തേനും അവരും സൈൻ ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ കൊടുക്കുന്ന സ്പോൺസർഷിപ്പ് ഫീസ് 10,000 ദിറംസ് ആയിരുന്നു സ്പോൺസർഷിപ്പ് ഫീസ് കൊടുക്കുന്നത്. ആ 10,000 ദിറംസ് ഞാൻ പറഞ്ഞു എൻ്റെ തരണ്ട, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു സ്പോൺസർക്ക് എനിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്പോൺസർക്ക് 10,000 കൊടുത്തു. എൻ്റെ ഫ്രണ്ട് ആ വഴിക്കൊക്കെ സ്പോൺസറിൻ്റെ തോളൊക്കെ ആയിട്ടുണ്ട്, വാ പാർക്കിങ്ങിലേക്ക് നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളായിട്ട് പാർക്കിങ്ങിലേക്ക് നടന്ന വഴിക്ക് കാറിൽ കയറുന്നതിന് പുള്ളി എന്ത് കഴിഞ്ഞാൽ 10,000 ദിറംസ് 5,000 ദിറംസ് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഈ 5,000 ദിറം നീ വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അപ്പോൾ ഇത് സ്പോൺസർഷിപ്പ് അല്ലല്ല, നിൻ്റെ രണ്ടാമത്തെ ലൈസൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലൈസൻസ് ഒക്കെ ഒരാൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചേ മേടിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ആ 5,000 ദിറംസ് മേടിച്ച് പോക്കറ്റിൽ ഇട്ടു. ഞാൻ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാല പരിപാടി. ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് ആദ്യം ചെയ്തത് അന്ന് ഡുബിസിൽ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. ഇപ്പോഴും ആ പ്ലാറ്റ്ഫോം തന്നെയാണ് എല്ലാ റിയൽ എസ്റ്റേറ്റുകാർ യൂസ് ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ കയറി അന്ന് ഫ്രീ ആയിരുന്നു നമുക്കതിനകത്ത് അഡ്വർട്ടൈസ് ചെയ്യുന്നത്. ഞാൻ ഓഫീസ് ഫോർ റെൻറ്റ് എന്ന് പറയുന്ന ഒരു പരസ്യം കിട്ടും. വിത്തിൻ അന്ന് ഈ 2014 ക്രൈസിസിന് ശേഷം 2009 ക്രൈസിസ് 2015 ഇങ്ങനെ കഴിഞ്ഞ് നല്ല ഭൂമി ഇങ്ങനെ കയറി വരുന്ന സമയമാണ് 2014 എന്ന് പറയുന്നത്.
വിത്തിൻ 1 വീക്ക് എൻ്റെ 14 ഓഫീസും അതിനകത്തുള്ള 14 റൂം. ആ. ഒരു ഒരു ഓഫീസാണത്. ആ ഓഫീസിനകത്ത് 14 മുറികളും ഒരു റിസപ്ഷനുമാണ് ഉള്ളത്. ആ 14 മുറി ഞാൻ വിത്തിൻ 1 വീക്ക് ഞാൻ റെന്റ് ഔട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഓഫീസ് എൻ്റെ കാറായിരുന്നു. അപ്പോൾ എൻ്റെ സെക്രട്ടറി അവിടെ തന്നെ റിസപ്ഷനിൽ, കാരണം ഈ കസ്റ്റമേഴ്സിനൊക്കെ റിസപ്ഷൻ വേണ്ടതുകൊണ്ട് അവിടെ അവരവിടെ ഇരുന്നു. ഞാനും ഡ്രൈവറും കാറിലായി. അങ്ങനെയാണ് അത് ഫുള്ള് റെന്റ് ഫുൾ റെന്റ് ഔട്ട്. അപ്പോൾ നല്ലൊരു ഇൻകം ആയത്. തീർച്ചയായിട്ടും അന്ന് ഇന്നത്തെ കാലഘട്ടം മുതൽ അന്ന് ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻകം ആയിരുന്നു. കാരണം സ്പോൺസറുമായിട്ട് പിന്നെ മൾട്ടിപ്പിൾ ലൈസൻസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു മന്ത്ലി പാക്കേജ് ആക്കി. അതായത് പെർ ലൈസൻസിന് കൊടുക്കാണ്ട് മന്ത്ലി ഒരു പാക്കേജ് ഫിക്സ് ചെയ്തു, എത്ര ലൈസൻസ് എടുക്കാം എന്നുള്ള ഒരു പാക്കേജ്. അപ്പോൾ നമ്മൾ കമ്പനി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു PR ചാർജ് കിട്ടും. അങ്ങനെ ആ ഒരു ഓഫീസ് ഫുൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വിസ ഇതിലെത്തുന്നു. അവിടെ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെ ലീസ് ഔട്ട് ചെയ്യുന്ന റെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു വേറൊരു ബിസിനസ്. പിന്നെ അത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ലൈസൻസിങ് എൻ്റെ കമ്പനിയുടെ പഴയ കമ്പനിയുടെ പോലും എനിക്ക് PRO സർവീസ് തരുന്ന വേറെ കമ്പനിയാണ് എനിക്ക് എല്ലാ സർവീസും തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ല, ഒന്നും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് പഠിച്ചു. ഫസ്റ്റ് വൺ ചെയ്തപ്പോഴേക്ക് തോന്നി ദർ ഈസ് സംതിങ് ഇൻസൈഡ് ദിസ്. ഓക്കെ, ആദ്യം എൻ്റെ ഫ്രണ്ടിന് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് ആ പരസ്യയുടെയും വിത്തിൻ 1 വീക്ക് എനിക്ക് ആ ഓഫീസ് എല്ലാം റെന്റ് ഔട്ട് ചെയ്തു. അതൊരു ബിസിനസ് ആക്കാൻ തീരുമാനിച്ചു. പിന്നെ ആ ഡേ 1 തന്നെ തീരുമാനിച്ചു. ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിന്റെ ബിസിനസ് മെമ്മോറാണ്ടം സൈൻ ചെയ്ത് 2014 സെപ്റ്റംബർ മാസം 20 സംതിങ് എന്തോ ആയിരുന്നു മെമ്മോറാണ്ടം, നോക്കിയാൽ കറക്റ്റ്. ആ ദിവസം ഞാൻ സൈൻ ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ചു ഇത് കൊള്ളാം, ഇതാണ് എൻ്റെ ജീവിതം. എനിക്ക് അന്നേരത്തിന് എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, ഫുൾ ഓഫീസ് റെന്റ് ഔട്ട് ചെയ്ത് ഞാൻ കാറിൽ എൻ്റെ ഓഫീസ്. അതിനുശേഷം രണ്ടാമത്തെ ഓഫീസ് എടുത്തു. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ല, ഇപ്പം അന്നുമുള്ള സ്റ്റാഫുകൾ ഇന്നും നിങ്ങളെ പരിചയപ്പെട്ട റിനോയൊക്കെ ഇന്നും അന്ന് മുതലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരിച്ചാൽ ഓഫീസ് എടുക്കും. ഈ ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ മിനിമം 1 മാസം എടുക്കും. പക്ഷേ ഇവിടുത്തെ ഡിമാൻഡ് അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്നു, സ്റ്റിക്ക് സെലോ ടേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റിക്ക് മാസ്കിംഗ് ടേപ്പ്, ഈ റൂം എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ള മാസ്കിംഗ് ടേപ്പ് തറയിലിങ്ങനെ ഒട്ടിക്കും. ഓക്കെ, റൂം പണിതിട്ടില്ല, റൂം തറയിലിങ്ങനെ ഒട്ടിക്കും. തറയിൽ ഒട്ടിച്ചിട്ട് കസ്റ്റമറോട് പറയും നിന്റെ റൂം ഇതായിരിക്കും, മറ്റൊരാളോട് നിന്റെ റൂം ഇതായിരിക്കും. അങ്ങനെ പക്ഷേ ലൈസൻസ് ഈ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് നമുക്ക് ജാരി തരുന്നതുകൊണ്ട്, സ്പോൺസറിന്റെ പേര് ജാരി തരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ലൈസൻസ് പ്രോസസ്സിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അവർക്ക് കൊടുക്കാൻ ഓഫീസ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഓഫീസിന്റെ ഡിമാൻഡ് അത്ര ഹൈ ആയതുകൊണ്ട് ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച റൂമിന്റെ ഷേപ്പ്, അതായത് നാട്ടിലെ തറ കെട്ടിയിട്ടിട്ട് എന്ന രൂപത്തിൽ കാണിച്ചാലും ശരിക്കും അന്ന് ഓഫീസ് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 140 ഓഫീസസ് വരെ ഷെയറിംഗ് ഓഫീസ്, ഒരു 10 മുതൽ 20 വരെ ചെറിയ ഓഫീസുള്ള ഒരു 140 ഓഫീസ്, ഓൾമോസ്റ്റ് ഒരു 1150 ഓഫീസസ്. 1150 ബിസിനസ്സുകാർ താങ്കളുടെ ക്ലയൻസ് ആയി ഈ സമയത്തിനുള്ളിൽ. അതെ ക്ലയൻസ്, അവരുടെ എല്ലാവരുടെ സ്പോൺസർഷിപ്പും ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം നമ്മുടെ അടുത്ത് ഓഫീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ഇറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ക്ലയൻറ്റ് കൂടി ഇപ്പം തന്നെ ഇവർക്കെല്ലാം നമ്മൾ സർവീസ് ചെയ്യണം. അപ്പം ഒരു ബിസിനസ് സെറ്റപ്പിന്, അപ്പോൾ ആദ്യത്തെ എൻ്റെ കമ്പനി എന്ന് പറയുന്നത് UBL പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. അതിൽ നിന്ന് പിന്നെ ബിസിനസ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഒരു UBL പ്രോപ്പർട്ടീസ് അതാണ് താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, അപ്പോൾ വേറെ സബ്സിഡറി ആയിട്ട് വേറെ ബിസിനസ് തുടങ്ങി. ഇമ്മീഡിയറ്റ്ലി തന്നെ മേ ബി ഒക്ടോബറിൽ തന്നെ അതിലേക്ക് സ്റ്റാഫുകളെ ഹയർ ചെയ്തു. കാരണം ഞാൻ തന്നെ ഈ പറയുന്ന ലൈസൻസ് പ്രോസസ്സിങ്ങും അത് കഴിഞ്ഞിട്ട് വിസ സർവീസ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന പ്രാക്ടിക്കലല്ല. ഓക്കെ, അപ്പോൾ ഒക്ടോബറിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 14 ക്ലയൻറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ അക്കൗണ്ടന്റിനെ വെച്ചു. ഏറ്റവും ആദ്യം വെച്ച അക്കൗണ്ടന്റിനെ വെച്ചു. അതിനുശേഷം സെയിൽസുകാരെ വെച്ചു. അതിനുശേഷം PROമാരെ വെച്ചു. ഒരു ബിസിനസ് സെറ്റപ്പിന് വേണ്ട സർവീസ്, വിസ സർവീസ്. അപ്പം ആ സർവീസിന് വേണ്ട UBL ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആദ്യത്തെ സ്ഥാപനം, രണ്ടാമത്തെ സ്ഥാപനം ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതായി. അതിനുശേഷം പിന്നെ ഇവർക്ക് 2016 ആയപ്പോഴത്തേനും ശരിക്കും ഇവിടെ ഓഡിറ്റിംഗ്, വാറ്റ് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്, വാറ്റ് എന്നുള്ള മാൻഡേറ്ററി ആയി. അപ്പോൾ അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഇവർക്കെല്ലാം ഈ കസ്റ്റമേഴ്സിനൊക്കെ ടിക്കറ്റിംഗ് എൻ്റെ ആവശ്യമുണ്ട്. പഴയ വിസ സർവീസസ് മനസ്സിലുള്ളതുകൊണ്ട് അവർക്കൊക്കെ ടിക്കറ്റും വിസയും വേണം. അപ്പോൾ അവർ വെറുതെ പുറത്തോടി കിടന്ന് മറ്റ് തട്ടിപ്പുകളിലൊന്നും പെടണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു UBL ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2 ബ്രാഞ്ചസും ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നും വിസിറ്റ് വിസകളും എയർലൈൻ ടിക്കറ്റുകളും ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 2016 ആയപ്പോഴത്തേനും വാറ്റ് സർവീസ് UAE മാൻഡേറ്ററി ടാക്സ് വന്നു. ടാക്സ് വന്നപ്പോഴത്തേനും ഒരു ഓഡിറ്റിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2019 ആയപ്പോഴത്തേനും
പിന്നെ അഗെയിൻ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും അന്ന് ഇൻസ്റ്റാഗ്രാം അത്രയും ഇല്ല, പക്ഷേ ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ നല്ല ഇതുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് തന്നെ എല്ലാവർക്കും അവരുടെ മാർക്കറ്റിംഗ് വീഡിയോസും അവരുടെ വീഡിയോസ് ആവശ്യമുള്ളതുകൊണ്ട് അഡൂബ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് യു എയിലുള്ള മേജർ ഇവന്റുകളിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അഡൂബ ഇവന്റ്സ് ആണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2020 ഒരു ലോക്കൽ കേബിൾ TV ചാനൽ 2020 സ്റ്റാർട്ട് ചെയ്തു. TV ചാനൽ UBL TV ചാനൽ ശരി. പല ബിസിനസ്സിലേക്ക് ഇതെല്ലാം ഒരു B2B ആയിരുന്നു, അതായത് എന്റെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ 2020 കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴത്തേനും അഗെയിൻ 2019 ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ ഇവിടെ വീണ്ടും ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ 2020 കൊറോണ വന്നപ്പോഴത്തേനും ആ ഇടിവിനെ മാർക്കറ്റിൽ അത് കൊറോണയുടെ ബേസിസിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ സർവേ ചെയ്തു. 2020 അവസാനമായപ്പോഴത്തേനും റൂമേഴ്സ് വന്നു തുടങ്ങിയത് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഗവൺമെൻറ് എടുത്ത് കളയാൻ പോവുകയാണ് എന്നുള്ള റൂമേഴ്സ് വന്നു. അങ്ങനെ 2021 അത് ശരിക്കും എടുത്തു കളഞ്ഞു. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് പോകുന്നു കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ ബിസിനസ് മുഴുവൻ ബേസ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ലൈഫും എൻ്റെ ബിസിനസ്സും എൻ്റെ എല്ലാം ബേസ് ചെയ്തിരിക്കുന്ന ആ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് മുകളിൽ മാത്രമാണ്. ആ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സാധനം എടുത്തു കളഞ്ഞാൽ പിന്നെ എൻ്റെ കസ്റ്റമർക്ക് എൻ്റെ ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ആ സെയിം സ്പോൺസർ ആയിരിക്കണം, ആ സ്പോൺസറിൻ്റെ പേരുള്ള ടെനൻസി കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിലാണ് അവനെ ലൈസൻസ് എടുക്കുന്നത് എങ്കിൽ അവന് ആവശ്യമുള്ളൂ. അപ്പോഴാണ് ഗവൺമെൻറ് ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന അന്ന് അത്ര ഫേമസ് അല്ലാത്ത, ഇന്ന് പക്ഷേ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അന്ന് അത്ര ഫേമസ് അത്ര കോമ്പറ്റീഷൻ മേ ബി 1-2 വേറെ ആളുകളെ ഉള്ള, കാരണം അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു, അതിന് മുന്നേ എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ഷെയറിങ് ആണ് കൂടുതൽ ലാഭം, കാരണം മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഇൻകംസ് വരും. കാരണം സ്പോൺസർഷിപ്പ് നമ്മുടെ കയ്യിലായിരിക്കുമ്പോഴത്തേനും അവരുടെ വിസ പ്രോസസ്സ് മുഴുവൻ നമുക്കായിരിക്കും, ലൈസൻസ് പ്രോസസ്സ് മുഴുവൻ നമ്മുടെ കയ്യിലായിരിക്കും. അപ്പം ഈ ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന ഓൾറെഡി 2018 മുതലുള്ളതാണ്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2021 ശരിക്കും എനിക്ക് 2018 മുതലുണ്ട് ബിസിനസ് സെൻറ്റർ ഉണ്ടെങ്കിലും 2021 എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് ഈ സ്പോൺസർഷിപ്പ് പോകുന്നതിന് മുന്നേ തന്നെ കസ്റ്റമേഴ്സിന് മുഴുവൻ ബിസിനസ് സെൻറ്ററിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നി. 2021 മുതൽ 2018 ഒരെണ്ണം 2019 ഒരു ബിസിനസ് സെൻറ്റർ എടുത്തിരുന്നു. പക്ഷേ മാർക്കറ്റ് ഭയങ്കര മോശമായിട്ട് അത്ര ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ലായിരുന്നു. ഓക്കെ, കാരണം അതിനകത്തൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ 2019 അല്ലെങ്കിൽ 2018 കാരണം സ്പോൺസർ എല്ലാവരും ഷെയറിംഗ് ഓഫീസിലേക്ക് പോകത്തുള്ളൂ, കാരണം ബിസിനസ് സെൻറ്റർ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ 2021 സ്പോൺസർഷിപ്പ് ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്ന ബിസിനസ് മാൻഡേറ്ററി ആയിട്ട് മാറി. ഓക്കെ, കാരണം അവർക്ക് എത്ര ബിസിനസ് സെന്റേഴ്സ് ഉണ്ട്? എനിക്ക് ഇപ്പം 19 ബിസിനസ് സെന്ററിലായിട്ട് എത്ര ക്ലയൻസ് ഉണ്ട്? 1400 ക്ലയൻസ്. 1400 സംരംഭകർ താങ്കളുടെ സ്ഥാപനത്തിലിരുന്ന് സംരംഭം നടത്തുന്നുണ്ട്. യെസ്, അതാണ് ഫാക്ട് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? നാട്ടിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരാണ് നമുക്ക് യു എയിലോട്ട് വരുന്നത്. ചിലപ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു കൂട്ടായ്മ അവർക്കൊരു ബിസിനസ് തുടങ്ങണം, നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും എനിക്ക് അവരോട് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ സ്ഥാപനത്തിൽ വന്ന് നിങ്ങളൊരു ബിസിനസ് സെൻ്റർ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഓവർഹെഡ്, റെൻറ്റ്, സാലറി, അങ്ങനെയുള്ള എല്ലാ ഓവർഹെഡുകളും ഏറ്റവും ചുരുക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസയെല്ലാം ഡ്രെയിൻ ആകും. നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം ഓടിക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ UBയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട A to Z ഫെസിലിറ്റി. ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടത് ഒരു ഓഫീസാണ്. ആ ഓഫീസിന് വേണ്ടിയിട്ട് ഫിസിക്കലായിട്ട് വേണ്ടവർക്ക് ഫിസിക്കലായിട്ട് ഓഫീസ്, വിർച്വലായിട്ട് വേണ്ടവർക്ക് വിർച്വലായിട്ടുള്ള ഓഫീസ് കൊടുക്കും. അതിനുശേഷം അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കമ്പനി ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡൻസുകൾ കൊടുക്കും. അവർ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവരുടെ വിസയും അവരുടെ എംപ്ലോയീസിൻ്റെ വിസയും നമ്മൾ ചെയ്തു കൊടുക്കും. അതിനുശേഷം അവർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ട അവർ വരിക, അവരുടെ ലാപ്ടോപ്പോട്ട് വരിക, അവരവരുടെ ബിസിനസ് ചെയ്യുക, ബാക്കി A to Z കാര്യങ്ങൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ അല്ലേ? അതൊരു വലിയ സേവനം തന്നെയാണ്. ഞാൻ UBLന്റെ ഈ കെട്ടിടം തന്നെ UBLന്റെ ആണ്. ഞാൻ കയറി വരുമ്പോൾ കണ്ട ബോർഡ് തന്നെ UBLന്റെ ആണ്. അതിൽ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ലിജിൻ ഫിറോസ് നടത്തുന്നതാണ്. അതെ, ഫിറോസിന്റെ. അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം. ഞാനൊരു പ്രത്യേക ശ്രദ്ധിച്ചു, ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ട്, അത്യാവശ്യം നന്നായി പോകുന്നതാണ്. പക്ഷെ പലപ്പോഴും ബിസിനസ് സെൻറ്റേഴ്സിൽ വരുമ്പോഴത്തേക്കും ഈ ക്ലീൻലിനെസ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ കണ്ടിരുന്നത്, എനിക്കൊരു കോംപ്ലിമെന്റ് പറയാനുള്ളത്, കയറി വരുന്ന ആ സ്ഥലം തൊട്ട് ഇത്രയും വലിയൊരു ഓഫീസാണ്. എനിക്ക് തോന്നുന്നു ഈ ഓഫീസിൽ തന്നെ എത്ര 70 ക്ലയൻസ് ഉള്ള ഓഫീസാണ്. 74 പേരുണ്ട്. പക്ഷേ
ഒരു ശബ്ദമില്ല, ബഹളമില്ല, സൈലൻ്റായി, ക്ലീൻ ആൻഡ് നീറ്റ്. സാധാരണ 70 ഓഫീസ് ഉണ്ടാകുമ്പോൾ എത്ര പേര് ഒരു ഓഫീസിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നതാണ്. ഈ ബിൽഡിങ്ങിൽ തന്നെ പുറത്ത് വാഷ്റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ, പക്ഷെ അത് ക്ലീൻ ആണ്, നീറ്റാണ്, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം അത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ UBLന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെ, സി എൻ്റെ ഒരു കസ്റ്റമർ അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് അവരുടെ നമ്മൾ പിടിച്ച് റെന്റ് മേടിച്ച് എന്നിട്ട് അതിനുശേഷം അവർക്ക് ഒരു സർവീസും കൊടുക്കാണ്ട് പൈസ നമ്മുടെ പോക്കറ്റിൽ വീണു ഇനി കല്ലുവേലി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ലയൻസ് വരില്ല. എൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് 2014 ആദ്യത്തെ ക്ലയൻറ്റ് മുതൽ ഓക്കെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, ഒരു ക്ലയൻറ്റ് പോലും ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴും ഒരു ക്ലയൻറ്റ് റിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ പേഴ്സണലി അവരെ വിളിക്കും, എന്താണ് ബുദ്ധിമുട്ട് വന്നത്, എന്താണ് പ്രശ്നം ഓക്കെ എന്ന് മനസ്സിലാക്കിയും അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ്, അവർക്ക് എന്താണ്, കാരണം ഞാൻ ഇതുപോലെ തന്നെ ഒരു മേശയും കസേരയിൽ നിന്ന് കയറി വന്ന മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ അവർക്ക് വേണ്ട ഗൈഡൻസുകൾ കൊടുക്കുകയും അവർക്ക് എന്തൊക്കെ കറക്ഷൻസ് ചെയ്യണം എന്ന് പറയുകയും, ഈവൻ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയും അൺനെസസറി ആയിട്ട് ഹയറിങ് ചെയ്യരുത്, മാക്സിമം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര വരുമാനം വരുന്നോ ആ വരുമാനത്തിനനുസരിച്ച് എത്ര ഇൻകം വരുന്നോ അതിനനുസരിച്ച് താഴെ മാത്രം എക്സ്പെൻസ്. നിങ്ങൾ ഒരു കാരണവശാലും ബിസിനസ്സിലുള്ള പൈസകൾ നിങ്ങൾ പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് പോകരുത്, വേറെ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ബിസിനസ്സിലെ പൈസ ബിസിനസ്സായിട്ട് വയ്ക്കുക. നിങ്ങൾ ഞാൻ എൻ്റെ ലാസ്റ്റ് ജോലിയിൽ നിന്ന് വിഡ്രോ ചെയ്ത സാലറി, ആ ശമ്പളമാണ് ഇന്നും ഞാൻ UBL നടത്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ ബിസിനസ് തന്നെയാണ് ഇന്നും. ഈ 12 വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ ശരിക്കും ഇപ്പോഴും ആ സാലറി തന്നെയാണ്, അന്നത്തെ അതേ സാലറി ഇന്ന് മേടിച്ചിട്ട് എൻ്റെ കോസ്റ്റ് ഓഫ് ലൈഫും എൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ ജീവിത രീതി അന്ന് എന്തായിരുന്നോ അതേ ജീവിത രീതിയാണ് ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. ഒരു ചോദ്യം കൂടി, പൊതുവെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ദുബായിൽ നല്ലതാണോ? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉള്ള കുറേ ഡ്രോബാക്കുകളുണ്ട്. ആ ഡ്രോബാക്കുകളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാർട്ട്ണർഷിപ്പിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഒന്നിലധികമോ പാർട്ട്നേഴ്സ് കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാനുള്ള ചാൻസുകൾ കൂടുതലും ആയിരിക്കും. ഒന്നാമത്. രണ്ടാമത്, എന്തെങ്കിലും കാരണവശാൽ അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കുന്ന ആഘാതം വളരെ ചെറുതായിരിക്കും. അത് നമ്മളുടെ ലൈഫിനെ, പലപ്പോഴും എനിക്ക് പറ്റിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ സഹോദരൻ്റെ കൂടെയാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനൊരു പ്രോപ്പർ റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാകണം, അതിന് രണ്ടുപേരുടെ സൈഡിൽ അതിൻ്റെ കോപ്പീസ് ഉണ്ടാകണം. തീർച്ചയായിട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെക്കാളും വലിയവരുമായിട്ട് നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് പോകുമ്പോൾ അത് വൺ സൈഡഡ് എഗ്രിമെൻ്റ് ആകാനുള്ള ചാൻസുകൾ എപ്പോഴും കൂടും. കാരണം നമ്മൾ താഴെയും മറ്റൊരാൾ മുകളിലും ആകുമ്പോൾ നമ്മുടെ നിവൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ആ പറയുന്ന ടേംസ് എല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും. അതെല്ലാം റിട്ടേൺ ആയിട്ട് പ്രോപ്പറായിട്ട് എഗ്രിമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഈ പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പോൾ ഈ അതുപോലെ തന്നെ ഞങ്ങൾ 30 കോടി വരെ നഷ്ടം വന്ന് തകർന്നിരിക്കുമ്പോൾ കിട്ടിയ ഒരു ചെറിയ കച്ചിത്തുരുമ്പായിരുന്നു അന്ന് ആ ബിസിനസ് മോഡലെങ്കിൽ ഇന്ന് വളർന്ന് നിരവധി സംരംഭകരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഭാവി പരിപാടികൾ എന്താണ്? ദൈവം അനുഗ്രഹിച്ചാൽ ഇതൊന്നും എൻ്റെ ഒരു പലപ്പോഴും എൻ്റെ ലൈഫുമായിട്ട് അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം, ഇതൊന്നും എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, എല്ലാം ദൈവം എനിക്ക് ഓരോ സമയങ്ങളിലായിട്ട് എനിക്ക് തന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്, ബിസിനസ് സെൻറ്റർ അല്ലെങ്കിൽ ലീസിങ് ഔട്ട് എന്നുള്ള ഇൻഡസ്ട്രി തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഒരു 1450 ഒരു 5000 ക്ലയൻസിനെ സെർവ് ചെയ്യുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ 5000 സംരംഭകരെ അവരുടെ ബിസിനസ് ചെയ്യാൻ സഹായിക്കുക, അവരെ ബിസിനസ് സഹായിക്കുക. നമ്മൾ ഈഗിൾ IPA ബിസ്കോൺ സീസൺ 4 എന്ന പ്രോഗ്രാം എൻ്റെ ഈഗിൾ കമ്മ്യൂണിറ്റിയും താങ്കളുടെ ഭാരവാഹിയായ IPA എന്ന ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അവിടെയും വളരെയധികം നന്ദി താങ്കളോടും പറയാനുണ്ട് വ്യക്തിപരമായിട്ട്. കാരണം അതിൻ്റെ ഒരു ഹെഡ് എന്ന നിലയ്ക്ക് താങ്കൾ ചെയ്ത സേവനം വളരെ വലുതായിരുന്നു. 582 സംരംഭകർ, നാട്ടിൽ നിന്ന് 200 പേര് വന്നിരുന്നു. അവരെയും നമുക്ക് സഹായിക്കാനായി, അവരുടെ ബിസിനസ്സിൽ വലിയ ചിന്തകൾ കൊടുക്കാനായി എന്നുള്ളതും ഈ അവസരത്തിൽ ഞാനൊന്ന് പറയുകയാണ്. IPA സംഘടനയുടെ ചെയർമാൻ ശ്രീ റിയാസ് ഹിൽട്ടൺ, അതുപോലെ തന്നെ ഷാജി നരിക്കോലി, താങ്കൾ വിവി ജോൺ, അതുപോലെ യൂനിസ് തണൽ, അതുപോലെ നിരവധി ആൾക്കാർ, ഫൗണ്ടേഴ്സും അതുപോലെ ഫൈസലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. യു ആർ ഓൾവേസ് വെൽക്കം. തീർച്ചയായിട്ടും ആക്ച്വലി ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം, ബിസിനസ്സുകാരെന്നല്ല ഇന്ന് ആരെ സംബന്ധിച്ചോളം
ഒരു മുഴുതുള്ള സിനിമ 3 മണിക്കൂറുള്ള സിനിമ കാണാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഒരു 3 മണിക്കൂർ സിനിമ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ റീൽസിന്റെ കാലഘട്ടമാണ്. നമ്മളിങ്ങനെ 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റിൽ കൂടുതൽ നമുക്കൊരു കണ്ടന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലോകം അങ്ങനെ ചേഞ്ച് ആയി. ആ ഒരു സമയത്ത് രാവിലെ 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ 500+ ആൾക്കാരുടെ ആ ക്രൗഡ് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ക്രൗഡ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ട്രെയിനിങ് അത് റിയലി ഇറ്റ് വാസ് ആൻ ഓസം ട്രെയിനിങ്. അവിടെ കേസ് സ്റ്റഡീസ് അവതരിപ്പിച്ച ഓരോരുത്തരും അത് ഹൗ ടു ബിക്കം നമ്പർ 1 ഇൻ യുവർ ഇൻഡസ്ട്രി ഓക്കെ എന്ന് ഉള്ള ആ ഒരു കേസ് സ്റ്റഡീസും എല്ലാം ശരിക്കും പറഞ്ഞാൽ റിയലി ഒരു എന്താണ് ഐ ഓപ്പണിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടും പറഞ്ഞു, സ്വന്തമായിട്ട് TV ചാനൽ ഉണ്ടല്ലോ പോലും ഞാൻ ഒരിക്കലും TV എൻ്റെ മുഖം ഇന്നുവരെ കണ്ടില്ല. ഞാനൊരു ഇൻ്റർവ്യൂസ് കൊടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് സ്റ്റാഫുകൾ ഇടുന്നതല്ലാണ്ട് ഞാനൊരു സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഷമീം സാർ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ നോ, നോട്ട് ഇൻട്രസ്റ്റഡ്, താങ്ക് യു വെരി മച്ച്. പക്ഷെ തീർച്ചയായിട്ടും അതിനുശേഷം തീർച്ചയായിട്ടും ഞാനും വിചാരിച്ചു നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം, നമ്മുടെ സ്റ്റോറി മറ്റുള്ളവർ അറിയണം. അതിൽ നിന്ന് അവർക്ക് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ അവർക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. ആ ഒരു പോയിന്റിൽ നിന്ന് പുതിയ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ശ്രദ്ധിച്ചിട്ട് അവർക്ക് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും വിജയിച്ചു ഈ ചർച്ച കൊണ്ട്. നിങ്ങൾ കേട്ടു ബിബി ജോൺ. അദ്ദേഹം നാട്ടിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഇന്റർ പാസ്സായി ഇവിടെ വന്ന് അദ്ദേഹം നീണ്ട ഒരു ജോലി ചെയ്തു. അതിനുശേഷം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി ആവേശത്തോടുകൂടിയ സംരംഭം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി, നഷ്ടങ്ങളുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ സാധ്യത കണ്ട് പക്ഷെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പിന്നീട് ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അതിനേക്കാളും ഓവർകം ചെയ്യാൻ വേറൊരു ബിസിനസ് മോഡൽ കണ്ടുപിടിക്കും. ഇന്ന് ദുബായിൽ ഏറ്റവും മികച്ച സംരംഭകരിൽ ഒരാളായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ് അദ്ദേഹം. ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഓഫീസ് സ്പേസുകൾ കൊടുക്കുക. ഞാനും അദ്ദേഹത്തിൻ്റെ ആ സ്പേസിൽ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ വൗച്ച് ചെയ്യാം. ബിബി ജോണിൻ്റെ ഓഫീസ് സ്പേസുകൾ വളരെ മികച്ചതാണ്. എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹം നിരവധി പേരെ അദ്ദേഹം സ്വപ്നം കണ്ട 5000 സംരംഭകരെ സഹായിക്കുന്ന ഒരു സംരംഭകനായി വളരുമെന്ന് ഈ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ബിബി, വളരെ സന്തോഷം താങ്കൾ ഈ വേദിയിലിരുന്ന് സ്പാർക്കിൻ്റെ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൽ വന്നിരുന്ന് ദുബായിലിരുന്ന് ചർച്ച ചെയ്തതിൽ. താങ്കളുടെ സംരംഭവും താങ്കൾ ചെയ്യുന്ന പ്രവൃത്തിയും ഇനിയും വളർത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.